ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വചനം നമുക്ക് വായിക്കാം. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. നോക്കിയേ, നമ്മൾ ഭാവിക്കുന്നവരാണോ എന്നുവെച്ചാൽ ഇവിടെ പറയാണ് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. ലഭിച്ച വിശ്വാസത്തിൻ്റെ അളവ് ദൈവമാണ് പങ്കിട്ട് തന്നിരിക്കുന്നത്. അപ്പം വിശ്വാസത്തിൻ്റെ അളവ് എത്രയുണ്ടോ അത്രമാത്രമേ നമുക്ക് ഭാവമുണ്ടാകാവൂ. അപ്പോൾ സുബോധം നഷ്ടപ്പെട്ടിട്ട് എന്ന് വെച്ചാൽ ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ വലിയ ദൈവവിശ്വാസിയാണ്, ഞാൻ വലിയ ദൈവവചനം അറിയുന്നവനാണ്, ഈ ഒരു ഭാവം നമ്മൾ വിട്ടുകളയണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത് എന്ന് ദൈവം ഒരു അളവ് നമുക്ക് തന്നിട്ടുണ്ട്, വിശ്വാസത്തിൻ്റെ അളവ്. ആ അളവ് കൂടുതലായി നമ്മൾ ഭാവിക്കുന്നെങ്കിൽ അത് നമുക്ക് തന്നെ ശിക്ഷാവധിയായിത്തീരും. 12-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. അപ്പം വലിപ്പം ഭാവിക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്, വലിപ്പം കാണിക്കരുത്, എളിയവരോട് ചേർന്ന് ഐക്യമത്യത്തോടുകൂടി ലഭിച്ച വിശ്വാസത്തിൽ വളരണം, അല്ലെങ്കിൽ ജീവിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവിശ്വാസത്താൽ 11:20 അവിടെ പറയാണ്, ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ